ഈ രാജ്യത്തെ നശിപ്പിച്ചതിൽ ഒന്നാം പ്രതി ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് മുസൽമാനാണ്. എനിക്കകത്ത് 5 പേര് നിൽക്കരിക്കും. മനസ്സിലായോ? പാമ്പേ, ഓ സോറി സാറേ, ഒരു മിനിറ്റ് സാറേ, ഒരു മിനിറ്റ്. നമ്മുടെ ആദ്യ പ്രധാനമന്ത്രി ശ്രീ ജവഹർലാൽ നെഹ്റു മുസ്ലിമാണെന്നാണ് ഈ പറഞ്ഞത്. എങ്ങനെയുണ്ട്? ലോക മുസ്ലിങ്ങളെ നിങ്ങൾ ആഹ്ലാദിപ്പിക്കും. നിങ്ങൾക്കിതാ ഒരു മുൻ പ്രധാനമന്ത്രിയെ കിട്ടിയിരിക്കുന്നു. എല്ലാവരും പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിച്ച് വരും. അതിൻ്റെ ഇടയ്ക്ക് ഈ പറഞ്ഞതിൽ വല്ല വസ്തുതയുമുണ്ടോ എന്ന് ഞാനൊന്ന് പരിശോധിക്കട്ടെ. അല്ല പാമ്പേ, ഓ പിന്നെ സോറി സാറേ, ഒരു മിനിറ്റ്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ഈ വിവരം കിട്ടിയത്? ഇല്ല, മത്തായിയുടെ പുസ്തകം വായിരപ്പോൾ മനസ്സിലാവും. ഏത്? നമ്മുടെ മത്തായിയുടെ സുവിശേഷമാണോ? അതിലെങ്ങനെ നെഹ്റു വരും? ഏയ്, അതാകാനിടയില്ല. മത്തായി എഴുതിയിട്ടുണ്ട്, അത് വായിച്ചു. ഓ, എംഒ മത്തായി നമ്മുടെ നെഹ്റുവിൻ്റെ ആദ്യത്തെ സ്പെഷ്യൽ അസിസ്റ്റൻ്റ് ആയിരുന്ന മുണ്ടപ്പള്ളിയിൽ ഉമ്മൻ മത്തായി. 1946 മുതൽ 59 വരെ അദ്ദേഹം നെഹ്റുവിനൊപ്പം ഉണ്ടായിരുന്നു. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ടത്. നെഹ്റു മുസ്ലിമാണെന്നും മോത്തിലാൽ നെഹ്റുവിൻ്റെ പിതാവ് മുസ്ലിമായിരുന്നു എന്നൊക്കെ ഈ മത്തായി പറഞ്ഞിട്ടുണ്ടോ? 2 പുസ്തകങ്ങളാണ് എംഒ മത്തായിയുടേതായി പ്രസിദ്ധീകൃതമായത്. ഒന്ന് 1978 പ്രസിദ്ധീകരിച്ച റെമിനിസൻസ് ഓഫ് ദ നെഹ്റു ഏജ് എന്ന് പറയുന്ന പുസ്തകം. രണ്ടാമത്തെ പുസ്തകം തൊട്ടടുത്ത വർഷം പ്രസിദ്ധീകരിച്ച മൈ ഡേയ്സ് വിത്ത് നെഹ്റു എന്ന പുസ്തകം. PC ജോർജ് പറഞ്ഞതനുസരിച്ച് ഈ 2 പുസ്തകങ്ങളിൽ എവിടെയെങ്കിലും നെഹ്റു മുസ്ലിമാണെന്ന് എംഒ മത്തായി എഴുതി കാണണം. പക്ഷേ അങ്ങനെയൊന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. 2 പുസ്തകങ്ങളും വിശദമായി പരതി നോക്കി. റെമിനിസൻസ് ഓഫ് ദ നെഹ്റു ഏജ് എന്നുള്ളത് ആകെ 264 പേജുള്ള പുസ്തകമാണ്. അതിലെവിടെയും നെഹ്റു മുസ്ലിമാണെന്നോ പെരക്കകത്ത് 5 നേരം നിസ്കരിച്ചിട്ടുണ്ടെന്നോ അച്ഛൻ മോത്തിലാൽ നെഹ്റുവിൻ്റെ അച്ഛൻ മുസ്ലിമാണെന്നോ ഒന്നും പറയുന്നില്ല. ഇനി മൈ ഡേയ്സ് വിത്ത് നെഹ്റു എന്ന പുസ്തകം ആകെ 288 പേജുണ്ട്. അതിലും ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെയില്ല. അപ്പോൾ ഒരു കാര്യം ഉറപ്പായി, PC ജോർജിന് ഈ ഞെട്ടിപ്പിക്കുന്ന വിവരം കിട്ടിയത് മറ്റെവിടെ നിന്നുമല്ല. എവിടുന്നാണ്? യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്. ഏത് യൂണിവേഴ്സിറ്റി? വാട്സാപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ് PC ജോർജിന് വിവരം കിട്ടിയത്. എംഒ മത്തായി തൻ്റെ പുസ്തകങ്ങളിലൂടെ പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് വിവാദമായിട്ടുണ്ട് എന്നത് ശരിയാണ്. പക്ഷേ ഈ വിവാദങ്ങളിൽ എവിടെയും PC ജോർജ് പറഞ്ഞ സംഭവമേ ഇല്ല. മുസ്ലിമായാൽ എന്തോ പ്രശ്നമാണെന്ന തോന്നലുണ്ടാക്കാനുള്ള സംഘി ബുദ്ധിയും PC ജോർജിൻ്റെ പൊട്ട ബുദ്ധിയും കൂട്ടിക്കുഴച്ച കാളകൂട വിഷമാണ് കഴിഞ്ഞ ദിവസം ഛർദിലായി പുറത്തു വന്നത്. PC ജോർജ് എംഒ മത്തായിയെ വായിച്ചില്ല എന്നത് ഉറപ്പാണ്. പക്ഷേ മത്തായിയുടെ സുവിശേഷം വായിച്ചു കാണുമല്ലോ. കുന്തം പോയാൽ കുടത്തിലും തപ്പണമെന്നാണല്ലോ. നമുക്ക് മത്തായിയുടെ സുവിശേഷത്തിലും ഒന്ന് പരതി നോക്കാം. മത്തായി 18-ാം അധ്യായത്തിലെ 21-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: പത്രോസ് യേശുവിനോട് ചോദിച്ചു, കർത്താവേ, എൻ്റെ സഹോദരൻ എൻ്റെ നേർക്ക് പാപം ചെയ്താൽ ഞാൻ എത്ര തവണ ക്ഷമിക്കണം? 7 തവണയോ? യേശു പറഞ്ഞു, ഞാൻ നിന്നോട് പറയുന്നു, 7 തവണ മാത്രമല്ല 70 തവണ ക്ഷമിക്കണം. ഇതാണ് PC ജോർജിൻ്റെ ധൈര്യം. ഇപ്പോൾ ഈ 10-16 കേസുണ്ടല്ലോ, എനിക്ക് ഭയമുണ്ടോ? ചുമ്മാ എടുക്കട്ടാവ് കേസ്. അതെ, വിദ്വേഷ പരാമർശത്തിനെതിരെ കേസെടുക്കാതെ പിണറായി വിജയൻ്റെ പോലീസ് 7 അല്ല 70 തവണ PC ജോർജിനോട് ക്ഷമിച്ചിരിക്കുന്നു. വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസ് എടുക്കാം. ഞാൻ വളരെ പച്ചയ്ക്ക് പറയുകയാണ്, എൻ്റെ അഭിപ്രായം ഇതാണ്, കേസെടുത്തു, ഞാൻ കോടതി പോയി തീർത്തോ അതെനിക്ക് പറയാറ്. അപ്പോൾ സാറന്മാരെ, വീണ്ടും കാണാം. സാറേ, ഒരു മിനിറ്റ്.